എല്ലാവർക്കും റെസിപ്പീസ് ഇൻ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി സേമിയ എഗ് ഓംലേറ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമുക്ക് ചില ദിവസങ്ങളിലൊക്കെ ഈ ഒരു രീതിയിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം. വലിയ മുട്ടയാണെങ്കിൽ 2 മുട്ട എടുക്കുക, ചെറുതാണെങ്കിൽ ഒരു 3 എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഉപ്പൊന്നും ചേർക്കേണ്ട കാര്യമില്ല. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ സേമിയ നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. തീരെ കരിഞ്ഞൊന്നും പോകരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാം. ഞാനിവിടെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ സവോളയും തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വരുന്നത് വരെയാണ് വഴറ്റിയെടുക്കേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയും സവോളയൊക്കെ നല്ലൊന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. തീരെ അങ്ങ് ഉടഞ്ഞു പോവേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തക്കാളിയും സവോളയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളുടെ ഒരു പച്ചക്കുത്ത് മണം മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ സോസൊക്കെ ഒന്ന് ചൂടായിട്ട് വരുമ്പം നമുക്ക് തീ ഓഫാക്കിയിടാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ട് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി തന്നെ ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനി ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൂട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ വെച്ച ആ പാൻ തന്നെയാണ് ഒന്നും കൂടി ചൂടാക്കിയിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് മുകൾ ഭാഗം ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒരു പരന്ന പാനാണെങ്കിൽ കുറച്ചും കൂടി കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതുപോലെ കുഴിയുള്ള പാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് അടച്ച് വെച്ച് നമുക്കൊരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിസൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. നന്നായി തന്നെ മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായി തന്നെ മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന നമ്മുടെ സേമിയ എഗ് ഓംലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമുക്കിത് 2 പേർക്ക് സെർവ് ചെയ്യാം കേട്ടോ. ഇതിലൊരു പീസും ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേറെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ വല്ലപ്പോഴൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലും കൂടി ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായിട്ട് വേഗം കാണാം കേട്ടോ. താങ്ക് യു.